Hi, good evening, all my dears. Ajmi, good evening, Vinila, good evening, Sandhya, Soumya, Jisha, good evening, all my dears. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് സെക്ഷന് വേണ്ടി ജോയിൻ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നു. ഡിന്നറെല്ലാം കഴിച്ചിട്ടാണോ സെഷൻ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഡിന്നർ കഴിക്കാണ്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, വെരി ഗുഡ് ആൾ ഡിയേഴ്സ്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ സെക്ഷന് ജോയിൻ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി അറൗണ്ട് 45 ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. സോ ഈ 45 ദിവസവും നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. സോ ഈ 45 ദിവസവും നിങ്ങൾക്ക് എന്ത് തന്നെ ഇഷ്യൂസ് വരട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ പ്രോബ്ലംസ് വരട്ടെ, അതെല്ലാം നിങ്ങൾ കറക്റ്റ് വേയിൽ അത് ക്ലിയർ കട്ട് ആയിട്ട് മാറ്റി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു റിഗ്രഷൻ ഫീലിങ്സ് ഉണ്ടാകും. സോ ഈ റിഗ്രഷൻ ഫീലിങ്സ് ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഉണ്ടാവുന്നത്. അടുത്ത മാസം 18-ാം തീയതി എക്സാം ഉണ്ട്. അടുത്ത മാസം 18-ാം തീയതി രാവിലെ പോയി എക്സാം ഒക്കെ എഴുതിയിട്ട് വന്ന് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ അന്ന് കുറച്ചുകൂടെ ഒന്ന് എപ്പോഴും പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ പോവാണ്ട് ക്ലാസ്സിൽ കയറി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത്. എക്സാം നല്ല എളുപ്പമായിരുന്നില്ല, അപ്പൊ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എഫേർട്ട് ഇട്ടാനെ ഇട്ടിരുന്നെങ്കിൽ എനിക്കിത് കിട്ടിയേനെ എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ ഓരോരുത്തരുടെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഇനി 45 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു 45 ദിവസങ്ങൾ ഇന്ന് നാളോട് 44 ദിവസം അല്ലേ, 45 ദിവസങ്ങൾ നിങ്ങൾ ക്ലിയർ കട്ട് വേയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. മാസം 500,000 മേലെ, ഇപ്പൊ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ NHM അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ HMC സ്റ്റാഫ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റിൽ പലയിടത്ത് വർക്ക് ചെയ്യുന്ന നഴ്സുമാരായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണോ സാലറി കിട്ടുന്നത് അതും നിങ്ങൾക്കറിയാം. DME എന്നൊരു എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾ റാങ്ക് ഹോൾഡർ ആയി, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500,000 മേലെ നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഡ്രീം ചെയ്തായിരിക്കണം ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. കാരണം നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആരും കൊണ്ടുവന്ന് തരത്തില്ല അല്ലേ, നമ്മൾ സ്വയമേ കണ്ടെത്തി പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 24 hours റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നോട്ട്സ് എഴുതി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൽ 24 hours നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ കട്ട് വേയിൽ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. കാരണം നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ അവളെ എഫോർട്ട് ഇട്ട് മുന്നോട്ട്, കാരണം നമ്മൾ ഒത്തിരിയേറെ സബ്ജക്ട് പഠിച്ച് മുന്നോട്ട് പോകാം, പലയിടത്തുനിന്നും പല ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കൺഫ്യൂസിങ് ആയി പോകാം, ചിലപ്പോൾ അത് ക്ലിയർ കട്ട് വേയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. സോ എല്ലാവരും അത് ഉൾക്കൊണ്ട് അക്സെപ്റ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ റീനൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. മേ ബി ഇന്നോടുകൂടി നമ്മൾ റീനൽ സിസ്റ്റം ഫിനിഷ് ചെയ്യും. നാളെ നമ്മൾ പുതിയ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ റീനൽ സിസ്റ്റം നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റീനൽ സിസ്റ്റത്തിൽ ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജിഷ, റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കുക. ബാക്കി ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റായികയുണ്ടോ? ജിഷയ്ക്ക് മാത്രമാണോ കേൾക്കാൻ പറ്റാത്തത്? ഗുഡ് ഈവനിങ് ലക്ഷ്മി, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റായിക എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? യെസ്, വെരി ഗുഡ്. സോ മേ ബി ജിഷ അവിടെ റേഞ്ച് ഇഷ്യൂസിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഒന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ റീനൽ സിസ്റ്റത്തിന്റെ ബാലൻസ് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ, വാട്ട് യു മീൻ ബൈ അക്യൂട്ട് റീനൽ ഫെയിലിയർ, വാട്ട് യു മീൻ റീനൽ ഫെയിലിയർ, എന്താ റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ റീനൽ ഫെയിലിയർ? കഴിഞ്ഞ നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താണെന്നുള്ള കാര്യം, അതിന്റെ കോസസ് നമ്മൾ 3 കോസസ് ഉണ്ട് മെയിൻ ആയിട്ട്. 2 കോസസ് ഏതൊക്കെ? 2 മെയിൻ കോസസ് പറഞ്ഞത്. വാട്ട് ഈസ് ദ മെയിൻ കോസസ് ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് ചാറ്റ് ബോക്സിൽ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് റീനൽ ഫെയിലിയർ?
യെസ് വെരി ഗുഡ്. നമ്മൾ യെസ് വെരി ഗുഡ്. ഓൾറെഡി മെയിൻലി നമ്മൾ പ്രീ റീനൽ കോസസും പഠിച്ചു, ഇൻട്രാ റീനൽ കോസസും പഠിച്ചു, പോസ്റ്റ് റീനൽ കോസസും പഠിച്ചു. സോറി, നമ്മളതിൽ പ്രീനലും ഇൻട്രാ റീനൽ കോസസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് അതിന്റെ ബാലൻസ് പോർഷൻസ് ആണ്. ലൈക്ക് പോസ്റ്റ് റീനൽ കോസ്. വാട്ട് യു മീൻ ബൈ പോസ്റ്റ് റീനൽ കോസ്? പോസ്റ്റ് റീനൽ കോസ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് നമുക്കൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുക നമ്മുടെ യൂറിനറി ഫ്ലോയ്ക്കകത്ത്, നമ്മുടെ പ്രോസ്റ്റാറ്റോ കിഡ്നിയോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസോ അതേപോലെ തന്നെ ലൈക്ക് ഇൻ ബ്ലാഡർ ട്യൂമർ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ളത് കാരണം നമുക്ക് സഡൻ ആയിട്ട് നമ്മുടെ യൂറിനറി ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ യൂറിത്രയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതാണ് എന്താ പോസ്റ്റ് റീനൽ കോസസ് ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം പ്രീ റീനൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താ ലൈക്ക് നമ്മുടെ സഡൻ ആയിട്ട് നമുക്ക് സിവിയർ ആയിട്ട് ഡ്രോപ്സ് ഉണ്ടാകുക അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോസ് ഉണ്ടാകുക. ദെൻ ഇൻട്രാ റീനൽ എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കിഡ്നിക്കകത്ത് ഡാമേജ് സംഭവിക്കുക. പക്ഷേ പോസ്റ്റ് റീനൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ലൈക്ക് എന്താ എന്തെങ്കിലും പ്രോസ്റ്റാറ്റിൽ എന്തെങ്കിലും എൻലാർജ്മെന്റ് കാരണത്താലോ അല്ലെങ്കിൽ കിഡ്നിക്കകത്ത് സ്റ്റോൺ ഫോർമേഷൻ എന്തെങ്കിലും വന്നത് കാരണോ അല്ലെങ്കിൽ ബ്ലാഡർ ട്യൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്നതാണ് എന്താ post-renal causes. But these are about the pre-renal, intra-renal and post-renal. The cause of renal failure clear ആണ്. Acute renal failure ന്റെ causes clear ആണെന്ന് doubts ഉണ്ടോ? Causes of acute renal failure clear. Is there any doubts here? Yes, mainly we have the എന്താണ് acute renal failure എന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കിഡ്നിക്ക് പ്രോപ്പർ വേയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ സപ്ലൈ കറക്റ്റ് ആയിട്ട് കിട്ടാണ്ട് വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ് acute renal failure. നമ്മൾ പഠിച്ചു. അതിന് മെയിൻ ആയിട്ട് രണ്ട് കോസസ് ആണ് വരുന്നത്, പ്രീ റീനൽ കോസസും ഇൻട്രാ റീനൽ കോസസും പോസ്റ്റ് റീനൽ കോസസും. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണോ? any doubts? Yes, very good. സ്ലൈഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം കേട്ടോ. Then we are going to study about the signs and symptoms of acute renal failure. What are the signs and symptoms we have the acute renal failure? എന്തൊക്കെ signs and symptoms ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? maybe എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിരിക്കുന്നത് ഓൾറെഡി നിങ്ങൾ ഒന്നല്ലെങ്കിൽ അസ്യൂം ചെയ്തെന്ന് പറയുന്നത് എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും? മെയിൻ ആയിട്ടും ഒരു റീനൽ ഫങ്ഷനിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത്. യെസ് വെരി ഗുഡ്. മെയിൻലി ഒളിഗൂറിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഒളിഗൂറിയ? വാട്ട് യു മീൻ ബൈ ഒളിഗൂറിയ? Yes, very good. All dear. മെയിൻ ആയിട്ടും ഒളിഗൂറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിനറി ഔട്ട്പുട്ട് കുറയുന്ന ഒരു അവസ്ഥയാണ് എന്താ ഒളിഗൂറിയ എന്ന് പറഞ്ഞാൽ. മെയിൻലി നമ്മുടെ അതുപോലെ തന്നെ ഒമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പേഷ്യന്റിന്. ലൈക്ക് ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ലാക്ക് ഓഫ് ക്ലിയറൻസ് ലീഡ് ടു മെറ്റബോളിക് ആസിഡോസിസ്. സോ ബോഡി അഡ്ജസ്റ്റ് ദംസെൽസ് ബൈ എമിറ്റിംഗ് ആസിഡ്. ലൈക്ക് നമ്മുടെ ബോഡിക്കകത്ത് മെയിൻ ആയിട്ട് മെറ്റബോളിക് ആസിഡോസിസ് കാരണം ലൈക്ക് നമുക്ക് മെയിൻലി നമ്മുടെ യൂറിനറി ഔട്ട്പുട്ട് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലിയറൻസും കുറയുന്നുണ്ട്. എന്ത് കാരണത്താണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് മെറ്റബോളിക് ആസിഡോസിസ് കാരണം. സോ അതുകൊണ്ട് തന്നെ ബോഡി മെയിൻ ആയിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എമിറ്റിംഗ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എമിറ്റിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് മെയിൻ ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മെയിൻലി നമുക്ക് നോർമലി ഉള്ള പ്രൈമറി സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് ചോദിച്ചാൽ ഒളിഗൂറിയ വരുന്നുണ്ട്, വോമിറ്റിംഗ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? യെസ്. ദെൻ അതുപോലെ തന്നെ അതർ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻലി പേഷ്യന്റ് എഡിമ ഫോർമേഷൻ. ഓൾറെഡി അറിയാം കിഡ്നി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നിക്കകത്ത് എന്തെങ്കിലും ഫോർമേഷനോ അബ്നോർമാലിറ്റീസോ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടും പേഷ്യന്റ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എഡിമ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെറ്റാലിക് സ്റ്റേജ് നമ്മുടെ മെയിൻലി പേഷ്യന്റിന്റെ മൗത്തിൽ ഒരു മെറ്റാലിക് സ്റ്റേജ് ഫോർമേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ പേഷ്യന്റ് ഹാവ് സം കൈൻഡ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റിയോ വെർട്ടിബ്രൽ ആംഗിൾ പെയിൻ, നമ്മുടെ മെയിൻ ആയിട്ടും കോസ്റ്റിയോ വെർട്ടിബ്രൽ റീജിയൻ അല്ലെങ്കിൽ ആംഗിളിലെ പെയിൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം what are the signs and symptoms of acute renal failure? Primary acute symptoms എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒളിഗൂറിയും
പേഷ്യന് വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇവിടെ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ലൈക്ക് ഒളിഗൂറി അല്ലെ വോമിറ്റിംഗ് എന്തുകൊണ്ട് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ വോമിറ്റിംഗ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെമിറ്റോൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിക്രീസ് ആയിട്ട് യൂറിൻ ഔട്ട്പുട്ട് അതുപോലെ നമ്മുടെ ക്ലിയറൻസും കുറയുന്നത് കാരണം മെറ്റബോളിക് അസിഡോസിസ് കാരണം മെയിൻ ആയിട്ട് ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് ലാക്ക് ഓഫ് ക്ലിയറൻസും ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ നിന്ന് എമിറ്റോൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ദെൻ അതർ സിംറ്റംസ് പേഷ്യന്റ് എഡിമ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിക് ടേസ്റ്റ് നമ്മളെ മെറ്റാലിക് ടേസ്റ്റ് നമ്മുടെ മൗത്തിൽ ഒരു ടേസ്റ്റിംഗ് ഫോർമേഷൻ മെറ്റാലിക് ടേസ്റ്റ് ഫോർമേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് വെർട്ടിബ്രൽ ആംഗിളിൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് acute renal failure. Then we are going to study about the diagnosis of acute renal failure. What is the diagnosis of acute renal failure? Yes, diagnosis of acute renal failure എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും we have to take some test. gold standard investigation നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കിപ്പോൾ ഏതൊരു കണ്ടീഷൻ നമ്മളിപ്പം റീനൽ സിസ്റ്റത്തിനകത്ത് എന്തൊരു കണ്ടീഷൻ വന്നാലും അല്ലെങ്കിൽ എന്തൊരു കണ്ടീഷൻ പറ്റി നമുക്ക് ഡൗട്ട്സ് തോന്നിയാലും we have to firstly check on the blood test like RFT, renal function test നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ആ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും ഹോൺസ് ഇത് മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാരണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ SC ടെസ്റ്റും ചെയ്യുന്ന അതുപോലെ നമ്മൾ CB ലൈക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും യൂറിൻ അനാലിസിസ് നമ്മൾ കോമൺലി ചെയ്തു വരുന്ന ടെസ്റ്റാണ്. ക്ലിയർ ആണോ? Clear ആണ്? അപ്പോൾ part of the diagnostic evaluation we have to done to the acute renal failure patient, we have to done kind of gold standard investigation like RFT test, renal function test നമ്മൾ ചെയ്യാറുണ്ട്. Then other investigation അത് വരുന്ന SC test. What do you mean by SC? Any idea regarding SC test? Selenium blood test ആണ് SC test കേട്ടോ. SC test means selenium blood test. മെയിൻ നമുക്ക് എത്രത്തോളം സെലിനിയം നമ്മുടെ ബ്ലഡിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. കാരണം നമ്മുടെ പവർ ഓഫ് ആയിക്കൊണ്ട് ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? ഹലോ, ഓഡിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യാവോ? സ്ലൈഡ് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഹലോ, യെസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാവോ? യെസ്, വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. നമ്മൾ ഇവിടെ പറഞ്ഞത് നമ്മൾ ഡയഗ്നോസിസ് ടെസ്റ്റിനകത്താണ് പറഞ്ഞു തരുന്നത്. ഏതൊക്കെ ടെസ്റ്റാണ് പറഞ്ഞത്? ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള RFT ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതർ ഇൻവെസ്റ്റിഗേഷൻ SC ടെസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് വരുന്നുണ്ട്. സിറം ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ SC ടെസ്റ്റ് എന്ന് പറയുന്നത്. സിറം ഇലക്ട്രോലൈറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കിഡ്നി ഫംഗ്ഷന്റെ ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ വർക്ക് ഓൺ ആകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്താ സിറം ഇലക്ട്രോലൈറ്റ് ടെസ്റ്റും. അതുപോലെ തന്നെ മെയിൻ നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്ത്
നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായി ഒരു കിഡ്നിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡയഗ്നോസിസിനകത്ത് വരുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി മാനേജ്മെന്റ്. ഈ നമ്മുടെ ഈ സൈഡ് ബോക്സിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയെടുത്തോളെ. അക്യൂട്ട് റീനൽ ഫെയിലിയർ മാനേജ്മെന്റ് മെനിമോണിക്സ് മീൻസ് ലൈക്ക് AEIOU. വാട്ട് ഡു യു മീൻ ബൈ AEIOU? പണ്ട് സിനിമയിലൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നില്ല, AEIOU പാടും തല്ലി പഠിച്ചു എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ മോഹൻലാലിന്റെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, പേര് എനിക്ക് ഓർമ്മയില്ല. AEIOU മീൻസ് AEIOU മറ്റേ നമ്മുടെ വേർഡ്സ് അല്ല. മെയിൻലി A for anemia and acidosis, then E for electrolyte and fluid, then I for infections, then O for other measures like example like the nutrition and vomiting, then U means uremia manage. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അക്യൂട്ട് റീനൽ ഫെയിലിയറിന്റെ മാനേജ്മെന്റിനകത്ത് മെയിൻ ആയിട്ടും മിൻമോണിക്കായിട്ട് വരുന്ന മാനേജ്മെന്റ്. A മീൻസ് അനീമിയ അസിഡോസിസും ട്രീറ്റ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഫ്ലൂയിഡ്. Then infection, I means infection, then O means other measures like nutrition and vomiting എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് യുറീമിയ മാനേജ്മെന്റ് മെയിൻ ആയിട്ട് ചെയ്തതാണ് നമ്മുടെ AEIOU എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള മെയിനായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. The management of renal failure means we have to correct underlying cause first. Now, firstly we have to identify what is the main problems of the patient having. So then we have to provide the complete care, and then we have to provide the complete care to the patient based on their needs. അവരുടെ needs എന്താണ്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ത് കാരണത്താലാണ് ആ പേഷ്യന്റിന് റീനൽ ഫെയിലിയർ എന്ന കണ്ടീഷൻ വന്നത്. Then so we have to firstly treat on them. നമ്മൾ അത് ക്ലിയർ ആയിട്ട് ട്രീറ്റ് ഓൺ ചെയ്താൽ മാത്രമേ we have to identify, അല്ലെങ്കിൽ we have to treat on the further manage നമുക്ക് പ്രൊവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ we have to fluid restriction to the patient like 1 liter per day, then protein restriction 0.6 gram per kilogram per body weight, then salt restrict ചെയ്യുക less than 3 gram per day. അതുപോലെ പൊട്ടാസ്യം റെസ്ട്രിക്ഷൻ നമ്മൾ നോർമലി നമുക്ക് ഓൾറെഡി അറിയാം കിഡ്നിക്ക് ഭാഗത്താണ് പ്രോബ്ലംസ് വരുന്നതെങ്കിൽ we have to restrict some kind of minerals to the body so that because if they have some kind of harmless നമ്മുടെ ബോഡിക്ക് അത് ദോഷകരമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനെതിരെ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേ പറ്റും. കാരണം നമുക്കൊരു ഡിസീസ് ഉണ്ട്, ആ ഡിസീസിന് എതിരായിട്ടുണ്ടെങ്കിൽ ആ ഡിസീസിനെ കൂട്ടാനായിട്ട് പറ്റുന്ന സാഹചര്യത്തിലാണ് ആ നമ്മുടെ ബോഡിക്കകത്ത് അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ we have to restrict them. നമ്മളത് റെസ്ട്രിക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടായിട്ട് നമുക്ക് ഫർദർ കോംപ്ലിക്കേഷനോട്ട് പോവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് മെയിൻലി fluid restriction ചെയ്യുക 1 liter per day, then protein restriction ചെയ്യുക 0.6 gram per kilogram body weight, then salt restriction ചെയ്യുക less than 3 gram per day, then potassium restriction ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ റെസ്ട്രിക്ഷൻസ് വേണ്ടി പറയുക. ഏതൊക്കെയാണ് നമ്മുടെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറയുക? ഫ്ലൂയിഡും പ്രോട്ടീനും സാൾട്ടും പൊട്ടാസ്യം റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറയുക. Then we have to provide diuretics to patients. അതുപോലെ തന്നെ ഡോപാമിൻ ഹൈഡ്രോക്ലോറൈഡ് വേണ്ടി നമ്മുടെ റീനൽ ആർട്ടറീസിനെ ഡയലേറ്റ് ചെയ്യാനായിട്ട് റീനൽ പെർഫ്യൂഷനെ റീനൽ ആർട്ടറിയുടെ പെർഫ്യൂഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് we have to provide some kind of ഡോപാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഡോപാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മുടെ റീനൽ പേഷ്യൻസിന് കൊടുക്കുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് we have to provide the renal we have to provide dopamine hydrochloride because it is help to dilate the renal arteries and promoting renal perfusion. നമ്മുടെ renal arteries നെ dilate ചെയ്യുകയും അങ്ങനെ renal arteries dilate ചെയ്യുന്നത് വഴി നമുക്ക് renal perfusion പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് ഡോപാമിൻ ഹൈഡ്രോക്ലോറൈഡ് യൂസ് ചെയ്യുന്നത് എന്ന് ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. Then we have to move about the nursing management. In nursing management, we have to provide some like
therapeutic diet, we have to provide some high carbohydrate, drop protein, potassium and potassium sodium restaurant diet patient എടുക്കാനായിട്ട് പറയുക. then അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ട് ത്രൂ ഔട്ട് ആയിട്ട് മോണിറ്ററിങ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മൾ റീനൽ പാരാമീറ്റേഴ്സ് കറക്റ്റ്ലി മോണിറ്ററിങ് ചെയ്യാനായിട്ട് പറയുക. അസിഡോസിന്റെ കാര്യം ക്ലിയർലി മോണിറ്ററിങ് ചെയ്യാനായിട്ട് പറയുക. then fluid restrictions like 1 liter per day or first day, then urine output plus 400 ml, insible loss and second day onwards നമുക്ക് fluid restriction ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ മോണിറ്റർ ഫോർ കോംപ്ലിക്കേഷൻ, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് പേഷ്യൻസിന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയുക, അതിനെ മോണിറ്റർ ചെയ്യുക. ഇറ്റ്സ് വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നഴ്സിംഗ് മാനേജ്മെന്റ്. once again I repeat about the nursing management. Like therapeutic diet, we have to provide high carbohydrates, low protein, low protein restaurant diet നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുക. then we have to plannings like monitor intake and output chart, then monitor renal parameters daily, then monitor for acidosis, suggest fluid restrictions 1 liter per day for first days, then urine output plus 400 ml invincible loss and second day, then monitor for complication. We have to monitor some kind of complication, then we have to provide some kind of complication of the acute renal failure like metabolic as what is the complication. We have to get on to the acute renal failure. For acute renal failure ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് എന്ന് ചോദിച്ചാൽ like the patient have some kind of metabolic acidosis, hyperkalemia, chronic renal failure and pulmonary edema ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും acute renal failure എന്നത്. acute renal failure ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് ഒന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ടോ? acute renal failure clear ആണോ? what is the complication of the acute renal failure? Yes, very good. What is the complication of the acute renal failure? The complication of the acute renal failure means metabolic acidosis. Then അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പേഷ്യന്റ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ ഹൈപ്പർകലീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ക്രോണിക് റീനൽ ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പൾമണറി എഡിമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Then we are going to study about the chronic renal failure. What do you mean by chronic renal failure? What do you mean by chronic renal failure? Yes, chronic renal failure എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ലോസ് ആവും കുറേ കാലത്തേക്ക്. അല്ലെങ്കിൽ നമുക്ക് അക്യൂട്ട് ആണെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങളായിരിക്കും. ക്രോണിക് എന്ന് പറയുമ്പോൾ കുറേ കാലം അല്ലെങ്കിൽ കുറേ വർഷം അല്ലെങ്കിൽ കുറേ മാസത്തേക്ക് നമ്മുടെ റീനൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് ലോസ് ഓൺ ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ മെയിൻ ആയിട്ടും chronic renal failure എന്ന് പറയുന്നത്. What do you mean by chronic renal failure? It is a progressive loss of kidney function over a period of months or year. CRF is irreversible as a result of loss of functional nephrons. നമ്മുടെ നെഫ്രോൺസിന്റെ ഫങ്ഷൻസ് ലോസ് ആകുമ്പോഴത്തേക്കും ഇറിവേഴ്സിബിൾ ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ? ക്രോണിക് റീനൽ ഫെയിലർ എന്ന് പറയുന്നത്. വെരി ഗുഡ് ഓൾ ഡിയർ. Then what is the causes? എന്തൊക്കെ കാരണത്താലാണ് ക്രോണിക് റീനൽ ഫെയിലർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മെയിൻലി നമ്മുടെ ലൈക്ക് ഒരു 14% ഈ ഡയബറ്റീസ് മെലൈറ്റിസ് ഉള്ള പേഷ്യൻസിന്. വാട്ട് യു മീൻ ബൈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്? ഏത് ഹോർമോൺസിന്റെ കുറവുകൊണ്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് ഹോർമോൺസിന്റെ വേരിയേഷൻ കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് വരുന്നത് ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. വാട്ട് യു മീൻ ബൈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്? എഡിഎസ് ഹോർമോണിന്റെ കുറവ് കൊണ്ടാണോ കൂടുതൽ കൊണ്ടാണോ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത്? യെസ്, വെരി ഗുഡ്. ദെൻ നമ്മുടെ മെയിൻലി നമ്മുടെ ഡയബറ്റീസ് മെലൈറ്റിസ് കാരണം ഒരു 14% ഉള്ള ഇൻഡിവിജ്വലിനും ഡയബറ്റീസ് ഇസ് വെരി ഗുഡ്. ഡയബറ്റീസ് മെലൈറ്റിസ് കാരണമാണ് മെയിൻ ആയിട്ട് എന്താ CRF ഉണ്ടാവാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻസീവ് ഉള്ള പേഷ്യൻറ്റ്, ഇഫ് ദ പേഷ്യൻറ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ഹൈപ്പർ ടെൻസീവ് റിയാക്ഷൻ ഓർ ദ പേഷ്യൻറ്റ് ഈസ് ഇൻ ഹൈപ്പർ ടെൻസീവ്, ഒരു 13% ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന് നമ്മുടെ ക്രോണിക് റീനൽ ഫെയിലിയറിലോട്ട് പോകാനുള്ള ചാൻസ്. അതുപോലെ നമ്മുടെ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്. വാട്ട് ഡു യു മീൻ ബൈ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്? വാട്ട് ഡു യു മീൻ ബൈ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്?
അതുപോലെ തന്നെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസിനും മെയിൻ ആയിട്ടും ഈ നമ്മുടെ ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Once again, I repeat the causes of chronic renal failure. Most common cause of diabetes mellitus, hypertension. Yes, very good. Then glomerular nephritis, then polycystic kidney disease, and autoimmune disease. Then we are going to study about the disease, symptoms of acute renal, chronic renal failure. The main ആയിട്ടുള്ള symptoms അല്ലെങ്കിൽ primary symptoms എന്ന് പറഞ്ഞാൽ ഡിസ്നി ഉണ്ടാവാൻ ചാൻസ് നമ്മൾ മെയിൻലി ഓൾറെഡി പറഞ്ഞു. നമ്മുടെ പൾമണറി എഡിമ അല്ലെങ്കിൽ പെരികാർഡ് എഫ്യൂഷൻ കാരണം പേഷ്യന്റ് ഡിസ്നി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതൽ. അതുപോലെ തന്നെ പെരിഫറൽ എഡിമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അതർ സയൻസിനകത്ത് മെയിൻ ആയിട്ട് സീഷർ ഉണ്ടാവാനുള്ള ചാൻസ് ലൈക്ക് അസിഡോസിന്റെ ഫോർമേഷൻ കാരണം സീഷർ. ഇത് ബ്രേക്കൻഡ് എഴുതിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, എന്തുകൊണ്ടിട്ടാണ് പേഷ്യന്റ് ഡിസ്നി ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യന്റ് എന്ത് കാരണത്താലാണ് ഡിസ്നി വരുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് കാരണത്താലാണ് ഡിസ്നി വരുന്നത്? പൾമണറി എഡിമ കാരണം അല്ലെങ്കിൽ പെരികാർഡ് എഫ്യൂഷൻ കാരണമാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യന്റ് ഡിസ്നി വരാനുള്ള ചാൻസ് ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, ഈ ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യന്റ് എങ്ങനെയാണ് മെയിൻ ആയിട്ടും സീഷർ ഫോർമേഷൻ വരുന്നത്? എന്തുകൊണ്ടാണ് സീഷർ ഫോർമേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടും അസിഡോസിന്റെ ലോസ് കാരണം നമ്മുടെ അസിഡോസിസ് കാരണം മെയിൻ ആയിട്ട് എന്താ ക്രോണിക് റീനൽ ഫെയിലിയറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോണിക് നമുക്ക് മെയിൻലി സീഷറും കോമയും അസിഡോസിന്റെ കാരണത്താൽ ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസ് വരാൻ ചാൻസ്. അതുപോലെ അനീമിയ ലൈക്ക് എന്താ എറിത്രോപോയിറ്റിൻ ഡെഫിഷ്യൻസീസ് കാരണം പേഷ്യന്റ് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റ് അനീമിയ ഫോർമേഷൻ വരാനായിട്ടുള്ള ചാൻസ്. അതുപോലെ തന്നെ ഡയറി ഒമിറ്റിംഗ് ലൈക്ക് യുറീമിക് കോളൈറ്റിസിന്റെ കാരണത്താൽ ഡയറി ഒമിറ്റിംഗ് വരാനായിട്ട് ചാൻസ്. അതുപോലെ പോളിയൂറിയ നൊച്യൂറി ഉണ്ടാകാനുള്ള ചാൻസ്. അതുകൊണ്ട് മെയിൻ ഇയർലി സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. ദെൻ ഒളിഗൂറി അനൂറിയം ലേറ്റ് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. ദെൻ പ്യൂറൈറ്റിസ് പ്യൂറിറ്റസ് ഉണ്ടാകാനുള്ള ചാൻസ് ലൈക്ക് നമ്മുടെ നൈട്രോജീനിയസ് വേസ്റ്റ് അണ്ടർ ദി സ്കിൻ കാണാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക്. നമ്മൾ അണ്ടർ ദി സ്കിന്നിലോട്ട് നൈട്രോജീനിയസ് ഗ്യാസ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം പ്യൂറൈറ്റസ് ഉണ്ടാക്കാനുള്ള ചാൻസ്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ടും സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ക്രോണിക് റീനൽ ഫെയിലിയറിനകത്ത് വരുന്നത്. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് അബൌട്ട് ദി ക്രോണിക് റീനൽ ഫെയിലിയർ ബിക്കോസ് ദ ക്രോണിക് റീനൽ ഫെയിലിയർ ഹാവ് സം കൈൻഡ് ഓഫ് ഡിസ്നി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് കാരണത്താലാണ് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യന്റ് ഡിസ്നി ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ പേഷ്യന്റ് സീഷർ ഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കോമാ സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, പേഷ്യന്റ് അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്, ഡയറി ഒമിറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്, ദെൻ പോളിയൂറിയ നൊച്യൂറിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഒളിഗൂറിയും അനൂറിയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്യൂറൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ക്രോണിക് റീനൽ ഫെയിലിയർ. ക്ലിയർ ആണോ? Signs and symptoms of chronic renal failure clear ആണ്? ആർക്കെങ്കിലും doubts ഉണ്ടോ? Yes. Very good, all dears. Then we are going to study about the electrolytic imbalance കാരണം നോർമലി ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് പേഷ്യൻസ് വരുന്ന സമയത്ത് we have some kind of hyperkalemia, hyperphosphatemia, അതുപോലെ തന്നെ hypermagnesiemia. നോർമൽ സോ നമ്മുടെ ലൈക്ക് എന്താ clear ആണോ? ഹൈപ്പർകലീമിയ, ഹൈപ്പർഫോസ്ഫേറ്റീമിയ, ഹൈപ്പർമാഗ്നീഷ്യമിയും സോഡിയം ലെവൽ മാത്രം അവിടെ നോർമൽ ആയിരിക്കും. ബാക്കി എല്ലാം ഹൈപ്പർ ലെവലിലോട്ടായിരിക്കും. നമ്മുടെ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസിലോട്ട് പോകുമ്പം then diagnosis test, whatever the diagnosis test we have to done to the chronic renal failure patient. Yes, for the diagnosis test we have to done
Diagnostically, we have to done kind of RFE test, renal function test നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മെയിൻ ആയിട്ടും യൂറിനറി അനാലിസിസ് ലൈക്ക് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള കാര്യം, അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനകത്ത് മെയിൻ ആയിട്ട് HB ഇവാലുവേഷൻ എത്രത്തോളം ഹീമോഗ്ലോബിൻ കോണ്ടന്റ് ശരീരത്തിലുണ്ടെന്നുള്ള കാര്യം നോക്കും. അതുപോലെ തന്നെ സിറം ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ചെയ്തായിരിക്കും മുന്നോട്ട് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡയഗ്നോസിനകത്ത് മെയിൻ ആയിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, യൂറിനറി അനാലിസിസ് ഓർ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനകത്ത് മെയിൻലി HB ഇവാലുവേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിറം ഇലക്ട്രോലൈറ്റ് ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസിസ് ക്ലിയർ ആണോ? ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും ഓരോ സിംറ്റംസും എന്ത് കാരണത്താലാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Is that clear all? Yes. Then we have to move on to the management of the chronic renal failure. Management we have to done like a fluid restriction. We already know the patient having some kind of kidney disease, we already restrict the fluid because the fluid overload may lead to further complication to the patient, so that we have to restrict the fluid. So instead the patient to restrict the fluid and for the antihypertensive drug like ACE inhibitors and ARBs more provided. Phosphate binders like hypofos കൊടുക്കുക. Then anemia നമ്മൾ manage ചെയ്യുക. There may be a chance of giving anemia to the patient, so that we have to instruct the patient to evaluate the complete blood count in the HB level closely, so that we have to monitor the anemia level of the patient while we are getting the anemia level, and while the patient having some kind of low concentration of the hemoglobin, we have to provide some kind of IV iron and IV erythropoietin and blood transfusion. If the patient having some kind of the patient have to need some kind of the transfusion or transfusion to that condition, so we have to provide some blood transfusion to that patient. Like then we have to provide some calcium and vitamin D3 supplements also we have to provide to the patient. Once again I repeat. Yes, very good all dears. Yes. Once again, I repeat about the management of chronic renal failure. We have to provide some fluid restriction to the patient, and we have to provide some antihypertensive like ACE inhibitors and ARBs, and phosphate binders like hypofons, and anemia management like IV iron, IV erythropoietin, blood transfusion, calcium and vitamin D supplementation, and management of end stage of renal cancer. നമ്മുടെ end stage of renal നമ്മൾ like എന്താ end സ്റ്റേജിലോട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ റീനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രോണിക് റീനൽ ഫെയിലർ എന്നൊരു കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞു. റീനൽ ഫെയിലർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കിഡ്നിക്ക് വർക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ഓൺ ചെയ്ത് പോയാൽ അല്ലെങ്കിൽ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പേഷ്യന്റ് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കിഡ്നിക്കുള്ള ബ്ലഡ് സപ്ലൈ, കിഡ്നിക്ക് അകത്തുള്ള ബ്ലഡ് സപ്ലൈസ് കറക്റ്റ് വേര് നടക്കത്തില്ല. സോ ദാറ്റ് വി ഹാവ് ടു ആഫ്റ്റർ പേഷ്യന്റ് നമ്മുടെ കൈക്ക് നിൽക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഈ മാനേജ്മെന്റ് ഒന്നും പേഷ്യന്റ് ഓക്കെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്കും വി ഹാവ് ടു പ്രൊവൈഡ് ഡയാലിസിസ് ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. പേഷ്യന്റ് നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് വി ആർ പ്രൊവൈഡിംഗ് ദ ഡയാലിസിസ് ടു ദി പേഷ്യന്റ്, വി ഹാവ് ടു റിക്കവർ ദ ഫങ്ഷൻ ഓഫ് ദി kidney, and the transplantation we have to receive the kidney from a donor, and we have to place it on donor's kidney to the recipient. So we have to move on, and we have to survey the patient. നമുക്ക് പേഷ്യന്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പേഷ്യന്റിന് നമുക്ക് എന്താ ഒരു 100% ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 15% പേഷ്യന്റ് ഓക്കെ ആക്കി നമുക്ക് പേഷ്യന്റ് സർവൈവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇത്രയും കാരണം മെയിൻ ആയിട്ട് ഡയാലിസിസും നമ്മുടെ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? Is that clear all? Management അല്ലെങ്കിൽ chronic renal failure ക്ലിയർ ആണോ? ആർക്കാ ഡൗട്ട്സ് ഉണ്ടോ? Yes, very good all dears.
Then we have to move on to the nursing management. What are the nursing management we have to done to the patient means like നമ്മൾ therapeutically patient low salt intake ചെയ്യാനായിട്ട് പറയുക, അതുപോലെ തന്നെ പൊട്ടാസ്യം, then phosphorus, protein ഒക്കെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് പറയുക. പക്ഷെ പേഷ്യനോട് കാൽസ്യവും കാർബോഹൈഡ്രേറ്റ് ഡയറ്റും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറയുക. മെയിൻലി നമ്മുടെ നോർമലി ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിനകത്താണെങ്കിൽ നമ്മൾ നോർമലി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് പറയുക, അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് പറയുക, ദെൻ ഫോസ്ഫറസിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് പറയുക, പ്രോട്ടീന്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കുന്ന എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറയുക, ദെൻ കാൽസ്യം റിച്ച് ഡയറ്റ് എടുക്കാനായിട്ട് പറയുക, അതുപോലെ കാൽസ്യം കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റ് എടുക്കാനായിട്ട് പറയുക. ദെൻ പ്ലാനിങ് ആൻഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ പേഷ്യന്റിനെ കാർഡിയാക് മോണിറ്ററിംഗിലോട്ട് പ്ലേസ് ചെയ്യുക. ബിക്കോസ് പേഷ്യന്റ് ഹൈപ്പോകാലീമിയ ഉണ്ടതിനുള്ള ഡിസർട്ടീമിയാസ് കാരണം പേഷ്യന്റിന് അവിടെ ഹൈപ്പർ കലീമിയയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് വി ഹാവ് ടു ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു ടേക്ക് ഓൺ ദി ഹൈ കാൽസ്യം ഡയറ്റ് ആൻഡ് മെഗ്നീഷ്യം കണ്ടെയ്നിങ് ഉള്ള അന്റാസിഡ്സും അതുപോലെ ലാക്സേറ്റീവും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. എന്തുകൊണ്ടാണ് പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു CKD പേഷ്യന്റ് എടുത്ത് മെഗ്നീഷ്യം കണ്ടെയ്ൻഡ് ആയിട്ടുള്ള അന്റാസിഡ്സും ലാക്സേറ്റീവും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് ചോദിച്ചാൽ പേഷ്യന്റിന് ഹൈപ്പർ മെഗ്നീഷ്യമia ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാരണം ഹൈപ്പർ മെഗ്നീഷ്യമia ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. So that we have to advise the patient to avoid magnesium containing antacids and laxative. Then we have to observe the signs of complication due to uremia. Uremia കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ പേഷ്യൻസിന് ഉണ്ടാകുന്നുണ്ടോന്നുള്ള കാര്യം വി ഹാവ് ടു ക്ലോസ്ലി മോണിറ്ററിംഗ് ടു ദ പേഷ്യൻസ്. ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ടും നഴ്സിംഗ് മാനേജ്മെന്റ് തരുന്നത്. ക്ലിയർ ആണ്? ബ്രെയിൻ ടെക്നകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then we are moving to the complication of the renal failure. ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആണ് മെയിൻ ആയിട്ടും ക്രോണിക് റീനൽ ഫെയിലറും കാരണം ഉണ്ടാകുന്നതാണ്. നമ്മൾ അടുത്ത് പഠിക്കുകയാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. What are the complications we have to include? What are the complications we have to improve? Audible alla ipo kekkavo? Yes, very good. Then we are going to study about the complication of the chronic renal failure, mainly like a uremic lung, then uremic encephalopathy, then uremic force, then uremic colitis, then pulmonary edema and congestion, then anemia, osteoporosis and pathological fractures ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ക്ലിയർ ആണോ? നമുക്ക് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, very good. What do you mean by uremic? എന്താ uremia എന്ന് പറയുന്നത് എന്താ? What do you mean by uremia? What do you mean by uremia? What do you mean by uremia? Any idea? Yes. Uremia is like uremic എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. യുറീമിയ അല്ലെങ്കിൽ യുറീമിക് എന്ന് പറയുന്നത് ഈ ഐഡിയ ഇസ് മെയിൻലി നമ്മുടെ എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ ലെവലില് അല്ലെങ്കിൽ ഹൈ ലെവലില് നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ബ്ലഡിലോട്ട് അടങ്ങുന്ന കണ്ടീഷനിലായിരിക്കും മെയിൻലി നമ്മുടെ യൂറിയും
ക്രിയാറ്റിന് നമ്മുടെ ബ്ലഡിലോട്ട് ഒത്തിരി അടങ്ങുന്ന കണ്ടീഷൻ നമ്മൾ മെയിൻ ആയിട്ട് യുറീമിയ എന്ന് പറഞ്ഞാൽ once again I repeat, uremia is a condition involving abnormally high level of waste product. Uremia is a condition involving abnormally high level of waste product in the blood. Abnormally high level of waste product in the blood, mainly urea and creatinine. Mainly urea and creatinine. Clear or no? Once again, I repeat about the uremia. Uremia is a condition involving abnormally high level of waste product in the blood, mainly urea and creatinine. Then uremic lungs എന്ന് പറയുന്നത് what do you mean by uremic lungs? Uremic lungs എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളേ. യുറീമിയ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അബ്നോർമലി നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ് ബ്ലഡിലോട്ട് ഇൻവോൾവ് ആവുന്നത് ലൈക്ക് യൂറിയം ലൈക്ക് ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിലോട്ട് ഒത്തിരിയേറെ ഇൻവോൾവ് ആവുന്നത്. വാട്ട് ഈസ് ദ യുറീമിക് ലങ്സ്? യുറീമിക് ലങ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ലൈക്ക് വേസ്റ്റ് പ്രോഡക്റ്റ് ബ്ലഡിലോട്ട് ഇൻവോൾവ് ആവുന്നത് കാരണം മെയിൻലി നമ്മുടെ ലങ്സ് ഇൻഫ്ലൈംഡ് ആവുകയും ലങ്സ് ഇൻലാർജ് ആവുകയും അല്ലെങ്കിൽ അവിടെ ഒരു ലൈക്ക് എഡിമ ഫോർമേഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മെയിൻ ആയിട്ട് എന്താ യുറീമിക് ലങ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മെയിൻലി യുറീമിയ എന്ന് പറയുമ്പോൾ എന്താ വേസ്റ്റ് പ്രോഡക്റ്റ് കൂടുന്നത്. അങ്ങനെ ഈ വേസ്റ്റ് പ്രോഡക്റ്റ് കൂടുന്നത് കാരണം ബ്ലഡിലോട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് ബിൽഡപ്പ് ആകുന്നത് കാരണം നമ്മുടെ കിഡ്നിക്കകത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു എഡിമ ഫോർമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് എന്താ യുറീമിക് ലങ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? യെസ്. ദെൻ വാട്ട് യു മീൻ ബൈ യുറീമിക് എൻസെഫലോപ്പതി? എന്താ യുറീമിക് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞാൽ? യുറീമിക് എൻസെഫലോപ്പതി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു റെയർ ആയിട്ടുള്ള മെറ്റബോളിക് സിൻഡ്രോം ആണ്. മെയിൻലി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനാണ് അഫക്ട് ചെയ്യുന്നത്. മെയിൻലി നമ്മുടെ ലൈക്ക് എന്താ പേഷ്യന്റ് വിത്ത് ക്രോണിക് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷനാണ് മെയിൻലി യുറീമിക് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞാൽ. വാട്ട് യു മീൻ ബൈ യുറീമിക് ഫ്രോസ്റ്റ്? വാട്ട് യു മീൻ ബൈ യുറീമിക് ഫ്രോസ്റ്റ്? യുറീമിക് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു പൗഡറി ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലൈസ്ഡ് യൂറിയ ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്റ്റ് ഓൺ ദ സ്കിൻ പ്രൈമർലി സീൻ ഇൻഡിവിജ്വൽ വിത്ത് സിവിയർ കിഡ്നി ഡിസീസ്. യുറീമിക് ഫോഴ്സ് ചോദിക്കാൻ ചാൻസ് എഴുതിയെടുത്തോളെ. യുറീമിക് ഫോഴ്സ് ഈസ് എ വൈറ്റ് പൗഡറി ഡിപ്പോസിറ്റ് ഓഫ് uremic force is a white powdery deposit. Uremic force is a white powdery deposit of crystallized urea. Uremic force is a white powdery deposit of crystallized urea and other waste product on the skin primarily seen in individual with severe kidney disease or failure. Primarily seen in individual with severe kidney disease or failure. Once again, repeat about the uremic force. Uremic force is a white powdery deposit of crystallized urea. It is a white powdery deposit of crystallized urea and other waste product on skin primarily seen in individual with severe kidney disease or failure. Clear or no? That uremic colitis. What do you mean by uremic colitis? The uremic colitis എന്ന് പറയുന്നത് എന്താ? യുറീമിക് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ഈ ലൈക്ക് വേസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കോളനിലോട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ കോളൻ ഡാമേജ് ആവുന്ന കണ്ടീഷനാണ് എന്താ യുറീമിക് കോളൈറ്റിസ് എന്ന് പറയുന്നത്. പൾമണറി എഡിമ ആൻഡ് കണ്ടീഷൻ അനീമിയയും ഓസ്റ്റിയോപോറോസിസും പാത്തോളജിക്കൽ സ്ക്രാച്ചേഴ്സും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. Then we are going to study about the urinary tract infection. What do you mean by UTI? What do you mean by UTI? എല്ലാവരുടെയും റെസ്പോൺസ് ഒക്കെ വളരെ കുറവാണല്ലോ. അപ്പൊ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വന്നാലോ. എനർജി
Yes, what do you mean by UTA? Like urinary tract infection or the mainly it is inflammation involved the kidney, uterus, bladder, like urethra. Most of the urinary infection involve lower urinary tract bladder main item UT അല്ലെങ്കിൽ urinary tract infection എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ urinary tract അല്ലെങ്കിൽ renal system എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും കിഡ്നിയും അതുപോലെ തന്നെ യൂട്രസും നമ്മുടെ ബ്ലാഡറും യൂറിത്രയ്ക്ക് ഇൻവോൾവ് ആണ്. മെയിൻ ആയിട്ട് നമുക്കൊരു UT ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ലോവർ യൂറിനറി ട്രാക്റ്റ് ആയ ബ്ലാഡറിലും യൂറിത്രയിലുമാണ് മെയിൻ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. വുമണിലാണ് മെയിൻലി എന്താ UTA. മെൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വിമൻസിനാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ UTA വരാനുള്ള ചാൻസ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ അവിടെ യൂറിത്ര ഷോർട്ടർ ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ലേനസിന്റെയും വജൈനയുടെയും നിയർ ആയിട്ടാണ് യൂറിത്ര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മെയിൽസിന് കാട്ടിയും വുമൻസിന് നമ്മുടെ UTA വരാനുള്ള റിസ്ക് കൂടുതലെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ യൂറിത്ര ഫീമെയിൽസിനുള്ള യൂറിത്ര കുഞ്ഞതാണ്, ചെറുതാണ്, ഷോർട്ടാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏനസിന്റെയും വജൈനയുടെയും നിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് അതവിടെ നമുക്ക് മെയിൻ ആയിട്ട് വിമൻസിന് കൂടുതലായിട്ട് UT വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? Yes, very good. Then most common cause like E. coli ആണ് മെയിൻ ആയിട്ട് നമ്മുടെ UTA ഡിസീസ് ഉണ്ടാക്കുന്നത്. E. coli ആണ് മെയിൻ ആയിട്ട് നമ്മുടെ UTA ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ then symptoms of UTA എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും നോർമലി ഉണ്ടാകുന്നത്? We have to already know ഇപ്പൊ UTA ആണെങ്കിൽ we have some kind of fever because it is infectious disease, so that the patient having some kind of fever and feeling some kind of burning sensation during the maturation, like while the patient having to try to pass the urination, the patient feels some kind of a burning sensation. Feel on ചെയ്യാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ലൈക്ക് അതേഴ്സ് പ്രൈമറിലി ഉണ്ടാകുന്ന പേഷ്യന്റ് പനി വരും. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് എന്താ പ്രൈമറിലി പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് വരാം? പേഷ്യന്റ് ഫീവർ ഉണ്ടാകും, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡറി അല്ലെങ്കിൽ നമ്മുടെ അതർ സിംറ്റംസ് പറയാം പേഷ്യൻസ് ലൈക്ക് നമ്മുടെ ക്ലൗഡി യൂറിൻ ആയിരിക്കും, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ഫൗൾ സ്മെൽ യൂറിൻ ആയിരിക്കും പേഷ്യന്റ്. പെൽവിക് പെയിൻ നമ്മുടെ വിമണിന് ഉണ്ടാകും, റെറ്റൽ പെയിൻ മെയിനിൽ ഉണ്ടാകും. നമ്മുടെ UT വരുമ്പോഴത്തേനും പെൽവിക് പെയിൻ ആർക്ക് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ റെക്ടൽ പെയിൻ ആർക്ക് ഉണ്ടാകുമെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെയിൻലി നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് UT എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈമർലി ദ പേഷ്യന്റ് ഹാവിംഗ് സം കൈൻഡ് ഓഫ് ഫീവർ ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഡ്യൂറിംഗ് മെച്ചുറേഷൻ. Then the secondary അല്ലെങ്കിൽ other symptoms എന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും patient have some kind of cloudy urine, then feel some kind of foul smell urine, then pelvic pain in women and rectal pain in men. Clear ആണോ? Is that clear? All any doubts regarding the signs and symptoms of UTI? യെസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ടും മെയിൽസിനെ കാണി കൂടുതലായിട്ട് UT വരാനുള്ള റിസ്ക് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് അവരുടെ യൂറിത്ര ഷോർട്ടർ ആണ്. അതുപോലെ തന്നെ മെയിൻലി നമ്മുടെ ഏനസ് ലൈക്ക് നമ്മുടെ മെയിൻലി എന്തുകൊണ്ടാണ് നോർമലി വരാനുള്ള ചാൻസ് കൂടുതൽ? എന്തുകൊണ്ടാ? യെസ്, നമ്മുടെ ഏനസ് വജൈന ടു നിയർ ആയിട്ട് ലൊക്കേഷൻ വരുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാ നമുക്ക് ഫീമെയിൽസിന് UT വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. Then we have to move on to the next one. It's like we have to do some tests like നമുക്ക് 10th colony forming unities urine culture can be confirmed, diagnosed. അതുപോലെ തന്നെ യൂറിൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ we have to provide some specific antibiotics. നമ്മൾ we have to culture the urine. നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് ഏതാണ് അതിന്റെ പോസിറ്റീവ് ഏജന്റ്, what is the causative agent?
അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോസേറ്റീവ് എയിം എന്നുള്ള കാര്യം വി ഹാവ് ടു ഐഡന്റിഫൈ. ദെൻ ഓൺലി വി ഹാവ് ടു പ്രൊവൈഡ് ദ ട്രീറ്റ്മെന്റ് ടു ദി പേഷ്യന്റ്. ദെൻ യൂറിൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മെയിൻ ആയിട്ടും ഇതിന്റെ ഡയറ്ററി മാനേജ്മെന്റ് ആണ് നമ്മൾ മെയിൻലി പേഷ്യന്റ് മോൺ ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മെയിൻലി തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയും ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും. ദ പേഷ്യന്റ് ഹാവിങ് സം കൈൻഡ് ഓഫ് like UTI or any kind of infections to the patient, we have to advise the patient to take some kind of high protein diet and instead of the patient to take some kind of restricted coffee, chocolate and salt drinks. അതുപോലെ തന്നെ സാൾട്ട് ഡ്രിങ്ക്സ് എന്തുകൊണ്ടാണ് UTI പേഷ്യനോട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് സാൾട്ട് ഡ്രിങ്ക് UTI പേഷ്യന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നതെന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്? why the patient having some kind of awareness, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പേഷ്യന്റിനോട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ because the patient has some kind of like irritable blood, പേഷ്യന്റിന് ഇറിറ്റബിൾ ബ്ലാഡർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് മെയിനായിട്ട് സോൾട്ട് ഡ്രിങ്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ പ്ലെന്റി ഓഫ് വാട്ടർ നമ്മൾ ലൈക്ക് പേഷ്യനോട് ഒത്തിരിയേറെ വെള്ളം ഒരു 3 ലിറ്റർ എങ്കിലും ഡെയിലി ഇൻടേക്ക്, നോർമൽ നമ്മൾ 2 ലിറ്റർ ആണ് പേഷ്യന്റ് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു UTI ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ വി ഹാവ് ടു അഡ്വൈസ് ദ പേഷ്യന്റ് ടു ടേക്ക് പ്ലെന്റി ഓഫ് വാട്ടർ ബിക്കോസ് ദ പേഷ്യന്റ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഇൻക്രീസ്, അല്ലെങ്കിൽ ദ പേഷ്യന്റ് ട്രൈ ടു ടേക്ക് മോർ വാട്ടർ, ഇറ്റ് വിൽ help to reduce the chance of getting the UTI. Then avoid alcohol, patient alcohol content അല്ലെങ്കിൽ alcohol avoid ചെയ്യാനായിട്ട് പറയുക. Then ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? The nursing management we have to instruct the patient to take on the high protein diet, then restrict coffee, chocolate, salt drink because have to irritate the bladder. Then instead to have plenty of water, then avoid alcohol to the patient. Then planning and intervention. What are the planning we have to done and what are the intervention we have to done to the patient? ചോദിച്ചാൽ മെയിൻലി നമ്മൾ ലൈക്ക് എസ്തെറ്റിക് ടെക്നിക് ആണ്. നമ്മളൊരു പേഷ്യന്റിന് കത്തീട്രൈസേഷൻ, ഡ്യൂ ടു ദ കത്തീട്രൈസേഷൻ the patient may get some kind of UTI. കത്തീട്രൈസേഷൻ വരുന്ന പേഷ്യന്റിന് UTI വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് we are carefully put on the, നമ്മൾ കെയർഫുള്ളി ആയിട്ട് എന്താ കത്തീറ്റർ പുട്ട് ഓൺ ചെയ്ത് മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ കെയർഫുൾ ഇടാനായിട്ട് പറയുന്നത്? because if we are providing to the catheter in an unnecessary manner, നമ്മളൊരു അൺനെസസറി മാനറിൽ അല്ലെങ്കിൽ ഏസെപ്റ്റിക് ടെക്നിക്ക് ഉപയോഗിക്കാണ്ട് വി ഹാവ് ടു പ്രൊവൈഡ്, നമ്മൾ ഒരു കത്തീട്രൈസേഷൻ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഫീൽ അല്ലെങ്കിൽ ദേ ഫെയിൽ, അല്ലെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻലി അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാനും പേഷ്യന്റ് UTI വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ചേഞ്ച് യൂറോ ബാഗ് എവറി 3 ഡേ, ഓരോ 3 ദിവസം കൂടുന്തോറും പേഷ്യന്റിന് യൂറോ ബാഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ചേഞ്ച് കത്തീറ്റർ എവറി 14 ഡേയ്സ്, നമ്മൾ യൂറോ ബാഗ് നമ്മൾ ഓരോ 3 ദിവസം കഴിയുമ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കത്തീറ്റർ മെയിനായിട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ 14 ദിവസം ഇന്റർവെൽ അല്ലെങ്കിൽ 14 days interval, we have to change the catheter to the patient. And if the silicone catheter change at least monthly once, the silicone catheter we have to put on the silicone catheter. നമ്മൾ silicone catheter ആണ് പേഷ്യന്റ് പുട്ട് ഓൺ ചെയ്തെങ്കിൽ നമുക്കൊരു മന്ത്ലി ഓൺസ് നമുക്ക് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് ആൻഡ് ഇന്റർവെൻഷൻ ആണ് തരുന്നത്. മെയിൻലി follow strict aseptic techniques while catheterization. Then change Euro bag every 3 days. We have to change the Euro bag every 3 days. And we have to change the catheter every 14 days. So for 14 days, we have to change the catheter change ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ if it is a silicone catheter, patient silicone catheter ആണെങ്കിൽ we have to advise the patient to change the catheter at least once in a month. നമുക്ക് മന്ത്ലി ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറയുക. UTI ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യൂറോ ബാഗ് നമ്മൾ എത്ര ടൈം ഇന്റർവെല്ല ചേഞ്ച് ഓൺ ചെയ്യാണ്ട്, അതുപോലെ തന്നെ കത്തീറ്റർ എത്ര ടൈം ഇന്റർവെല്ല ചേഞ്ച് ഓൺ ചെയ്യുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. Yes, very good, dears.
Then we have to study about the renal calculi. Renal calculi അതുപോലെ തന്നെ മെയിൻലി renal calculi ഉണ്ട്, നമ്മുടെ BPH ഉണ്ട്, benign prostatic hyperplasia. Then നമുക്ക് രണ്ട് കണ്ടീഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ യൂറിനറി സിസ്റ്റം കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പൊ ഇപ്പൊ ടൈം 9:41 ആയിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വരാം. ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകാം കേട്ടോ. ഗോ ഫോർ ദ ബ്രേക്ക് ഡിയേഴ്സ്. 9:41 ആകുമ്പോഴത്തേന് എല്ലാവരും റീബാക്ക് ചെയ്യണം കേട്ടോ. വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. 9:41 ആകുമ്പോൾ എല്ലാവരും റീബാക്ക് ചെയ്യുക. ഗോ ഫോർ ദ ബ്രേക്ക്.
യെസ്, ബാക്ക് ഡിയേഴ്സ്. ഞാൻ 2 സ്ലൈഡിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ കാണിക്കാം കേട്ടോ. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി റീനൽ കാൽക്കുലേ. What do you mean by renal calculi? What do you mean the renal calculi? Yes, very good. Yes, very good. All dears, നമ്മുടെ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്നത്, നമ്മുടെ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്താ റീനൽ കാൽക്കുലി എന്ന് പറയുന്നത് അല്ലേ. ഈ റീനൽ കാൽക്കുലിക്ക് നമ്മൾ ആൽക്കലൈൻ സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ ആസിഡ് സ്റ്റോണും ഉണ്ട്. എന്താണ് ആൽക്കലൈൻ സ്റ്റോൺ, എന്താണ് ആസിഡ് സ്റ്റോൺ, അതിൽ എന്തൊക്കെ ഫോർമേഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡയറ്റ് മാനേജ്മെന്റ് ആണ് ആൽക്കലൈൻ സ്റ്റോണിനകത്ത്, അതുപോലെ ആസിഡ് ആൽക്കലൈൻ ഫോസ്ഫേറ്റിനകത്ത് ആൽക്കലൈൻ സ്റ്റോണിനകത്ത് ആസിഡ് സ്റ്റോണിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ നമ്മുടെ റീനൽ കാൽക്കുലി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മുടെ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ലൈക്ക് എന്താ ആൽക്കലൈൻ നമ്മുടെ നോർമലി നമ്മൾ പറയുന്നതാണ് എന്താ നമുക്ക് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്താ റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? റീനൽ കാൽക്കുലി ക്ലിയർ ആണോ? യെസ്, റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡ്നി സ്റ്റോൺ എന്നും പറയുന്നുണ്ട്, റീനൽ കാൽക്കുലി എന്ന് പറയുന്നുണ്ട്. മെയിൻലി ഒരു സോൾട്ട് മാസ് ഒരു ക്രിസ്റ്റലൈൻ ആണ്. മെയിൻലി നമ്മുടെ കിഡ്നിക്ക് അകത്തോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിനകത്തോ ഉണ്ടാകുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള മാസസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് നമ്മൾ പറയുന്ന പേരാണ് എന്താ റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞാൽ. ആൽക്കലൈൻ സ്റ്റോൺസ് ആണ് കാൽസ്യം ഓക്സാലേറ്റ് മേജർ പെർസെന്റേജ് അറൗണ്ട് 18% നമ്മളോട് പറഞ്ഞു. കാൽസ്യം ഓക്സാലേറ്റ് അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫേറ്റ് ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സർവോറൈറ്റ് സ്റ്റോൺ അതിന് മെയിൻ നമ്മുടെ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് എന്ന രീതിക്ക് ആൾവേസ് നമ്മുടെ മെയിൻ നമ്മുടെ യൂറ്റയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മെയിൻലി റീനൽ കാൽക്കുലി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്താണെന്ന കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോളിഡ് മാസ് ഓഫ് ക്രിസ്റ്റൽ. It is a solid mass of crystal that form within the kidney and urinary tract. That form within the kidneys and urinary tract. That forms within the kidney and urinary tract is called renal calculi or kidney stone. Is called renal calculi or kidney stone. Clear ആണോ? Yes, very good. All dears. Then നമ്മുടെ ആസിഡ് സ്റ്റോൺ ആൽക്കലൈൻ സ്റ്റോൺസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ കാൽസ്യം ഓക്സാലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട്. കാൽസ്യം ഓക്സാലേറ്റ് ആണ് മേജർ പെർസെന്റേജിലും കാണപ്പെടുന്നത്, കാൽസ്യം ഓക്സാലേറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റൈറോവൈറ്റ് സ്റ്റോൺ മീൻസ് മെയിൻലി നമ്മുടെ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് കാണുന്നുണ്ട്. ഇത് മെയിൻലി നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ലൈക്ക് നമ്മുടെ ഇൻഫെക്ഷൻ സ്റ്റോൺ എന്നും അറിയപ്പെടുന്നത്. നമ്മുടെ സ്റ്റൈറോവൈറ്റ് സ്റ്റോൺ മെയിൻലി നമ്മുടെ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ്. മെയിൻലി നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. വി ഹാവ് ടു കോൾ ഇറ്റ് ആസ് ഇൻഫെക്ഷൻ സ്റ്റോൺ എന്ന് തന്നെ അറിയപ്പെടുന്നത് കേട്ടോ. Then we have to find out the acid stone. Acid stone ആണ് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? യെസ്, ആസിഡ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ട്, ക്രിസ്റ്റലൈൻ സ്റ്റോൺ ഉണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ലൈക്ക് എന്താ like not visible under X-ray KUB. What do you mean by KUB? What is the expansion of the KUB? What is the expansion
ഓഫ് KUB. ആസിഡ് സ്റ്റോൺ മീൻസ് നമ്മുടെ യൂറിക് ആസിഡ് സ്റ്റോണിനകത്ത് യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ട്, അതുപോലെ ക്രിസ്റ്റലൈൻ സ്റ്റോൺ ഉണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺ മേലെ നമ്മുടെ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മുടെ KUB മീൻസ് ലൈക്ക് കിഡ്നി, യൂറിത്ര, ബ്ലാഡർ ഒക്കെ എക്സ്റേ എടുക്കുന്ന സമയത്ത് അത് വിസിബിൾ ആയിരിക്കത്തില്ല. Then crystalline stones ആണെങ്കിൽ amino acid stone എന്ന് അറിയപ്പെടുന്നുണ്ട്. The presence of calcium stone excludes the possibility of hyperparathyroidism. മെയിൻലി നമ്മുടെ കാൽസ്യം സ്റ്റോണിനകത്താണെങ്കിൽ മെയിൻലി നമുക്ക് ഹൈപ്പർ പാരാതൈറോയിഡിസം എക്സുഡേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ ആണോ? യൂറിക് ആസിഡ് സ്റ്റോൺ മെയിൻലി നമ്മുടെ ഗൗട്ടിനകത്താണ്, മെയിൻലി കോമൺ ഗൗട്ടിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. കോമൺ ഡ്രഗ് പ്രൊമോട്ടിംഗ് നെഫ്രോലിഥിയാസിൽ നമ്മൾ കോമൺലി കാണപ്പെടുന്നുണ്ട്. ദെൻ കോമൺലി നമ്മുടെ ലൈക്ക് കാൽക്കുലേറ്റ് ടൈപ്പ് ലൈക്ക് എന്താ ACHU. വാട്ട് ഈ മീൻ ACHU? ദെൻ magnesium ammonium phosphate, then crystalline, then high percentage calcium stone like calcium gluconate and calcium phosphate. Then U means uric acid not visible in X-rays ആണ് മെയിൻ ആയിട്ട് നമ്മുടെ കാൽസ്യം calculate type A4 magnesium ammonium phosphate, then C4 crystalline, then H4 high percentage calcium stone, then like calcium oxalate or calcium phosphate. Then U means uric acid like not visible in X-rays. Clear ആണോ? Then we have to move on to the like a sulfa medication. അതുപോലെ തന്നെ Indivior അതുപോലെ തന്നെ Eclovir നമുക്ക് ഓൾറെഡി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ characteristics of renal calculate flying pain എന്ന് പറയും. മെയിൻ നമ്മുടെ സ്റ്റാർട്ട് അറ്റ് ദ ലോവർ ക്വാഡ്രന്റ് ലീഡിങ് ടു നമ്മുടെ മെയിൻ ആയിട്ടും നമുക്ക് നോർമലി ഉണ്ടാകുന്ന പെയിൻ മെഡിക്കേഷൻ നമ്മൾ പേര് നോർമലി ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ റീനൽ കാൽക്കുലേക്കുള്ള പെയിൻ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ഓൺ ചെയ്യുന്നത്? റീനൽ കാൽക്കുലേക്കുള്ള പെയിൻ സ്റ്റാർട്ട് ഓൺ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലോവർ കോർഡറിലോട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ലെഫ്റ്റ് ലോവർ കോർഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ടു ഡൗൺ നമ്മുടെ ഗ്രോയിൻ റീജിയനിലോട്ടാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ റീനൽ കാൽക്കുലേ വരുവാണെങ്കിൽ പേഷ്യന്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലോവർ കോർഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, റീനൽ കാൽക്കുലേ പേഷ്യൻസ് ആണെങ്കിൽ പേഷ്യന്റ് എപ്പോൾ അല്ലെങ്കിൽ എവിടെ നിന്നാണ് പെയിൻ സ്റ്റാർട്ട് ഓൺ ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എന്താ നമ്മുടെ ലെഫ്റ്റ് ലോവർ കോർഡർ റീജിയനിൽ നിന്ന് ബാക്ക് ആൻഡ് സൈഡ് ഡൗൺ ലൈക്ക് ഗ്രോയിങ് റീജിയനിലോട്ടാണ് പെയിൻ മൂവ് ഓൺ ആയിട്ട് പോകുന്നത്. ദെൻ ഡയഗ്നോസിസ് മീൻസ് ലൈക്ക് നമ്മുടെ USG അബ്ഡമൻ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. വി ഹാവ് ടു ഡൺ ടു ദി USG അബ്ഡമൻ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എനി കാൽക്കുലേറ്റ് ഫോർമേഷൻ ഇൻ ദി കിഡ്നി. ദെൻ വി ഹാവ് ടു ടേക്ക് ഓൺ എക്സ്റേ ലൈക്ക് KUB എക്സ്റേ നമ്മൾ എടുക്കും. ഈ KUB എക്സ്റേയുടെ വിസിബിൾ അല്ലാത്ത സ്റ്റോൺ ഏതാ? KUB എക്സ്റേയില് വിസിബിൾ അല്ലാത്ത ഏതോ സ്റ്റോൺ നമ്മൾ പഠിച്ചത് ഏത് സ്റ്റോണാ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. KUBയിലെ വിസിബിൾ അല്ലാത്ത സ്റ്റോൺ ഏതാ? എല്ലാരും ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനർജി എല്ലാം കൊണ്ട് കളഞ്ഞിട്ടാണോ വന്നത്? നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വന്നാലോ? എനർജി yes, very good. Then yes, very good. All yes. Then USG abdomen എടുക്കുന്നുണ്ട്, ലൈക്ക് നമ്മുടെ എക്സ്റേ KUB എടുക്കുന്നുണ്ട്. then അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് നമ്മൾ എന്തൊക്കെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെ മാനേജ്മെന്റ് we have to done to that patient means like we have to force diuresis is suggested for small stone and if he or not she is not compromised in cardiovascular function. ഇപ്പം ഒരു cardiovascular function compromised അല്ല അല്ലെങ്കിൽ പേഷ്യന്റ് ലൈക്ക് നമ്മുടെ ഫോർത്ത് ഡയറസ് നമ്മൾ പെയിൻ ചെയ്യുന്ന മെയിൻ നമ്മുടെ സ്മാൾ സ്റ്റോൺ ഒക്കെ ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഫോർത്ത് ഡയറസ് നമ്മൾ പെയിൻ ചെയ്യുന്നത് ലൈക്ക് നമ്മുടെ ലൈക്ക് പ്രോമസ് കാർഡിയോവാസ്കുലർ ഫങ്ഷൻ. അതുപോലെ തന്നെ ഹിയർ ആഫ്റ്റർ ദി ഇൻഫ്യൂഷൻ ഓഫ് 3 to 4 liters ഓഫ് ഫ്ലൂയിഡ് നമ്മളൊരു 3 to 4 liters ഓഫ് ഫ്ലൂയിഡ് ഇൻജക്ട് ചെയ്തതിന് ശേഷം ദെൻ നമ്മൾ ഇഞ്ചക്ഷൻ ലാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഡയറസിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും ഒരു 3 to 4 liters ഫ്ലൂയിഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആ ഒരു 3 to 4 liters ഫ്ലൂയിഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ദ ഇഞ്ചക്ഷൻ ലാക്സ്. നമുക്ക് ഇഞ്ചക്ഷൻ ലാക്സസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. വൈ വി ഹാവ് ടു പ്രൊവൈഡ് ദ ഇഞ്ചക്ഷൻ ലാക്സസ്? ബിക്കോസ് ദ ഗിവൺ ടു ഡയറസ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാൾ സ്റ്റോൺസ് ആർ ഇജക്ട് ഔട്ട് വിത്ത് നമ്മുടെ മെയിൻ ആയിട്ട് ചെറിയ സ്റ്റോൺസ് ആണ്, വേറെ പ്രോബ്ലംസ്
ഒന്നും ഇല്ലാണ്ട് ലൈക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു ചെറിയ സ്റ്റോൺസ് ആണ് നോർമലി പേഷ്യന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് സർജറിയിലോട്ടൊന്നും പോവാണ്ട് തന്നെ we have to remove the stone. How we have to remove the stone? Like we have to provide some forced diuresis, like the patient having some kind of providing a 3 to 4 liters of fluid to the patient. After providing the fluid, we have to subsequently insert like some kind of injection laxatives to the patient. If we are providing the injection laxatives to the patient, so that we have to remove the small stones. For small stones, we have to remove, so that we have to provide something forced diuresis. Then we have to like നമ്മുടെ allopure നമ്മുടെ uric acid stone ആണ് we have to provide some allopurinol നമ്മുടെ allopurinol provide ചെയ്തപ്പോൾ നമ്മുടെ styrolate stones ആണെങ്കിൽ uric acid stones ആണെങ്കിൽ we have to provide some എന്താ allopurinol നമ്മൾ ഇതിനാ കൊടുക്കുന്നത് പേഷ്യന്റിന് allopurinol കൊടുക്കുന്നത് പേഷ്യന്റ് നമ്മുടെ മെയിൻ ആയിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ we have to provide allopurinol. Then antibiotics is given to the patient with the help of like the styrolite stone ആണെങ്കിൽ we have to provide antibiotic stone. Then we are moving to the surgical management. We have to provide like extra corporeal shock wave ചെയ്യും. അതുപോലെ percutaneous nephro കാണുന്നുണ്ടോ സ്ലൈഡ്? Yes, very good. For the surgical management, we have to done to the patient means ഇന്നത്തെ surgical management ആണ് മെയിൻ ആയിട്ടും ഇപ്പോൾ ലൈക്ക് റീനൽ ക്യാരക്ടർ ഉള്ള പേഷ്യൻസ് കൊടുക്കുകയാണെങ്കിൽ മെയിൻ നമ്മൾ കൊടുക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ESWL. What do you mean by ESWL? ESWL എന്ന് പറഞ്ഞാൽ what do you mean by ESWL? എക്സ്ട്രാ കോർപോസിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി ആണ് മെയിൻ ആയിട്ട് ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ESWL എന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ കിഡ്നി സ്റ്റോൺസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ESWL എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ സ്റ്റോണിനെ ഒരു സ്മാർട്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ഓൺ ചെയ്ത് അതിന്റെ മെയിൻ നമ്മളൊരു അതിന്റെ യൂറിനിലോട്ട് നമുക്ക് പാസ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്താ എക്സ്ട്രാ കോർപോറൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ. വാട്ട് യു മീൻ ബൈ എക്സ്ട്രാ കോർപോറൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. ഇറ്റ് ഈസ് എ നോൺ ഇൻവേസീവ് പ്രൊസീജിയർ. It is a non-invasive procedure. It is a non-invasive procedure used to break down kidney stones. It is a non-invasive procedure. It is a non-invasive procedure used to break down kidney stones. Used to break down kidney stones into smaller fragments. That can be passed out in urine. Extracorporeal shock wave lithotripsy or ESW is a non-invasive procedure used to break down kidney stones. Into smaller fragments that can be passed out in urine is called EWS. Clear ano? Then we have to study about the percutaneous nephrolithotomy. What do you mean by percutaneous nephrolithotomy or PCNL? What do you mean by PCNL എന്ന് ചോദിച്ചത്? PCNL എന്ന് ചോദിച്ചാലും percutaneous nephrolithotomy എന്ന് ചോദിച്ചാലും ഒന്നാണ് കേട്ടോ. percutaneous nephrolithotomy അല്ലെങ്കിൽ PZ എന്ന് പറയുന്നത് മെയിൻലി ഒരു ഹൈലി മേജർ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ഒന്നും അല്ല. മിനിമലി ഉള്ള ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. മെയിൻലി നമ്മുടെ കിഡ്നി സ്റ്റോണിനെ റിമൂവ് ചെയ്യാനായിട്ട് ലൈക്ക് എന്താ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ percutaneous nephrolithotomy എന്ന് പറയുന്നത് കേട്ടോ. Yes.
മെയിൻലി നമ്മുടെ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി പ്രൊസീജിയർ അല്ലെങ്കിൽ PZNL പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ലൈക്ക് ലാർജ് സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടും ആ സ്റ്റോൺ മാറുന്നില്ല, പേഷ്യന്റിന് അതൊരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് വി ഹാവ് ടു ഡൺ ദ percutaneous nephrolithotomy. Percutaneous nephrolithotomy is a minimally invasive surgical procedure used to remove the kidney stone. നമ്മുടെ കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിനിമലി ഇൻവേസീവ് സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്താ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പെർക്യൂട്ടേനിയസ് നെഫ്രോ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ. Then we have to move on to the nursing management. The nursing management, we have to provide the therapeutic diet to the patient and suggest acid fast diet, acid ash diet to the patient like fish, meat, liver, citrus fruits for alkaline stone, and suggest the patient to take some kind of alkaline ash diet like acid alkaline ash diet acid stone നും ആസിഡ് ആഷ് ലൈറ്റ് ആൽക്കലൈൻ സ്റ്റോൺ ആണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ആ ഡയറ്റ് പേഷ്യന്റിനോട് എടുക്കാനായിട്ട് പറയുക. ദെൻ വി ഹാവ് ടു ഇൻസ്ട്രക്ട് ദി പേഷ്യന്റ് ടു ടേക്ക് ഓൺ ദ വാട്ടർ ഒരു 3 ലിറ്റർ എങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് പറയുക. അതുപോലെ തന്നെ ഫോർ കാൽസ്യം ഓക്സാലൈഡ് സ്റ്റോൺ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ വി ഹാവ് ടു അഡ്വൈസ് ദ പേഷ്യന്റ് ടു limit the use of nuts-ഉം അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും സ്ട്രോബെറീസും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക. then we have to provide health education like diet modification. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ലൈക്ക് നമ്മുടെ ഈ മാനേജ്മെന്റിനകത്ത് ഞാൻ പറഞ്ഞത് ആഷ് ഡയറ്റും അതുപോലെ തന്നെ ആൽക്കലൈൻ ആഷ് ഡയറ്റും ആസിഡ് ആഷ് ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ലൈക്ക് നമ്മുടെ ലൈക്ക് നട്ട്സും അതുപോലെയൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നിങ്ങൾ കേട്ടിരിക്കുക, മേ ബി ചോദിച്ചാലോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ഡയറ്റ് മോഡിഫിക്കേഷൻ എടുക്കാനായിട്ട് പറയുക. അതുപോലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യാനായിട്ട് പറയുക പേഷ്യന്റ്. ലൈക്ക് USG നമുക്ക് ലൈക്ക് ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ USG റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയുക. ദെൻ യൂറിക് ആസിഡ് ലെവൽ ഫ്രീക്വന്റ്ലി മോണിറ്ററിങ് ചെയ്യാനായിട്ട് പറയുക. ദെൻ തൈറോയിഡ് അതുപോലെ തന്നെ പാരാതൈറോയിഡ് ഫങ്ഷൻ ലൈക്ക് കാൽസ്യം ലെവൽ അസസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻസ്ട്രക്ട് ദി പേഷ്യന്റ് ടു ചെക്ക് ഓൺ ദി കാൽസ്യം ലൈക്ക് പാരാതൈറോയിഡ് ഹോർമോൺസ് ഒക്കെ ചെക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറയുക. ഇതുവരെ റീനൽ കാൽക്കുലം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. വാട്ട് ആർ ദ മെയിൻ സർജിക്കൽ മാനേജ്മെന്റ് വി ഹാവ് ടു ഡൺ ടു ദി റീനൽ കാൽക്കുലം. ചാറ്റ് ബോക്സ് ഒന്ന് ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. വാട്ട് ആർ ദ സർജിക്കൽ മാനേജ്മെന്റ് വി ഹാവ് ടു ഡൺ ടു ദി റീനൽ കാൽക്കുലം പേഷ്യന്റ്. ഏത് പ്രൊസീജിയർ നമ്മുടെ ലൈക്ക് നമ്മുടെ റീനൽ കാൽക്കുലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഏത് പ്രൊസീജിയർ വഴിയാ? Then we have to study about the benign prostatic hypertrophy. What do you mean by benign prostatic hypertrophy? What do you mean by benign prostatic hypertrophy? Yes. ബിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ BPH എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു ബിനൈൽ എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡ് വിത്ത് ഹൈപ്പർപ്ലേസിയ ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് നോർമൽ ടിഷ്യൂ. മെയിൻ ആയിട്ട് നമ്മുടെ പ്രോസ്റ്റാറ്റിന് എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ബിനൈൽ ഫോർമേഷൻ ആണ് മെയിൻ ആയിട്ടും ബിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻലി കോസ് ഓൺ നമ്മുടെ മെയിൻ ആയിട്ടും ഡൈഹൈഡ്രോസ്റ്റീറോൺ അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോൺസ് കാരണവും ഇതുപോലെ മെറ്റബോളിക് ടെസ്റ്റോസ്റ്റീറോൺ is a critical mediator of the prostate. Mainly നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൻലി നമുക്ക് എന്താ നമ്മുടെ പ്രോസ്റ്റാറ്റിന്റെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ അവിടെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഫോർമേഷനിലോട്ട് പോകുന്ന സമയത്ത് we have some kind of the chance of getting the enlargement of the prostatic gland. Then what are the signs and symptoms of the benign prostatic hyperplasia? എന്തൊക്കെ signs and symptoms ആയിരിക്കും നോർമലി ഉണ്ടാകുന്നത്? What are the signs and symptoms? എന്തൊക്കെ signs and symptoms ആയിരിക്കും ഉണ്ടാകുന്നത്? മെയിൻ ആയിട്ട് നമുക്ക് അർജൻസി, അവർക്ക് അവരുടെ യൂറിൻ ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർക്ക് നോർമലി നമ്മുടെ BPH ഉണ്ടാകുന്ന ആർക്കാ? മെയിൽസിനാണോ ഫീമെയിൽസിനാണോ? ആർക്കും ഉണ്ടാകുന്ന BPH? യെസ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടും അവർക്ക് മെയിൽസിന് അവർക്ക് യൂറിൻ ഹോൾഡ് ഓൺ ചെയ്ത് വെക്കാൻ, അതായത് നമുക്ക് യൂറിൻ
ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ട് വരിക. ദെൻ ഫ്രീക്വന്റ് ആയിട്ട് ഓരോ 10 മിനിറ്റ്സ്, യെസ് വെരി ഗുഡ്, ഓരോ 10 മിനിറ്റ്സ് കൂടുമ്പോഴത്തേനും they have to pass the urine. Then hesitance, like delay in sorry, like the initiation of urine, നമ്മുടെ യൂറിൻ ഇനിഷ്യേഷൻ അല്ലെങ്കിൽ യൂറിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഡിലേ വരിക ഒക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ദ hesitancy? Hesitancy means delay in initiation of urination. What are the main signs and symptoms? Means like urgency, then frequency and hesitancy is the main three signs and symptoms of the BPH, like inability to hold urine more than 10 times daily. Then about the hesitancy, delay in initiation of the urine. These are the main signs and symptoms of the BPH. Then we are moving to the another signs and Then we are moving to the diagnosis of BPH. How we have to diagnose, how we have to find out the patient having some kind of BPH. While we have to take the rectal examination in order to assess the size of the prostate. Prostate size എത്രയാണ് വരുന്നുള്ള കാര്യം അസസ് ചെയ്യാനായിട്ട് we have to take some digital rectal examination, and we have to use some prostate specific antigen that if more than 5 mg per ml ആണെങ്കിൽ, അതുപോലെ നോർമൽ ആണെങ്കിൽ ലൈക്ക് ലെസ് ദാൻ നമ്മുടെ നോർമലി 5 mg per ml ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ബയോപ്സി സജസ്റ്റ് ചെയ്യാനായിട്ട് വരും കേട്ടോ. പ്രോസ്റ്റാറ്റ് സ്പെസിഫിക് ആന്റിജൻ നമ്മുടെ ടെസ്റ്റോളജി, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ബയോപ്സിയും ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷനും ആണ് മെയിൻ ആയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് BPH എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ദെൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ പറയാൻ മെയിൻ നമ്മുടെ USG ഫൈൻഡിങ്സിൽ പ്രോസ്റ്റാറ്റ് എല്ലാത്തിലും ആയിരിക്കും. ദെൻ റെസിഡുവൽ വോളിയം ഓഫ് യൂറിൻ കുറവായിരിക്കും. നോർമലി എന്ന് പറയുമ്പം ലൈക്ക് റെസിഡൽ വോളിയം ഓഫ് യൂറിൻ ലൈക്ക് അങ്ങനെ ആയിരിക്കും. ഇത് നോർമൽ 15 ml ആയിരിക്കും. പക്ഷേ 15 to 100 ml ആൻഡ് സിംറ്റമാറ്റിക് സജസ്റ്റീവ് BPH ക്യാൻ ബി മെഡിക്കലി നമുക്ക് നോർമലി 15 ആണ്, അതുപോലെ തന്നെ 15 to 100-നകത്താണ് റെസിഡൽ വോളിയം ഓഫ് യൂറിൻ നിൽക്കുന്നതെങ്കിൽ നമുക്കത് BPH ആയിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ BPH ആയിട്ട് കൺഫേം ചെയ്യാം. പക്ഷെ നമുക്കത് മെഡിക്കൽ സർജറിയിലോട്ട് പോവാണ്ട് മെഡിക്കലി നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 100-നെക്കാട്ടി എബോ ആണെങ്കിൽ അത് സിവിയർ സിംറ്റംസ് ആണ്. സോ we can't manage surgically. We have to manage this one in the സർജിക്കൽ. നമുക്കത് മെഡിക്കലി മാനേജ് ചെയ്തിട്ട് നമുക്ക് സർജിക്കലി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എടുത്തുള്ളൂ. Okay, fine Rashmi, left ആയിക്കോളൂ. Take care of your child. Recorded class കേൾക്കുക. Recorded class കേട്ടിട്ട് രശ്മിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ you can contact with your DME coordinator കേട്ടോ. Yes. Then we have to move on to the golden standard investigation like USG findings. Then like USG finding മെയിൻ ആയിട്ട് എന്താ, പ്രോസ്റ്റാറ്റ് എല്ലാവർക്കും ആയിരിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിന് പ്രോസ്റ്റാറ്റിലായിട്ട് നമ്മുടെ ലൈക്ക് നോർമലി എന്തൊക്കെ നമ്മുടെ റെസിഡുവൽ വോളിയം ഓഫ് യൂറിൻ ചെയ്യുന്ന സമയത്ത് ഒരു 15 എന്നാണ് നോർമൽ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു 15 to നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 15 to 100 ആണ്. We have to confirm the patient having some kind of BPH. പക്ഷെ അങ്ങനെ ഒരു 15 to 100-നകത്താണ് we have to manage with the medically. അത് 100-നെക്കാട്ടി എബോ ആണെങ്കിൽ we can't control the medical management, so that we have to provide the surgical management to the patient. Clear ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? Then we have to move on to the management, like we have to provide some alpha blockers. Then alpha blockers എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചത് മെയിൻലി നമ്മുടെ ബ്ലാഡർ ലൈക്ക് നമ്മുടെ ബ്ലാഡർ നെക്ക് മസിൽസ് റിലാക്സ് ചെയ്യാനായിട്ട് we have to provide some Urimax അല്ലെങ്കിൽ തൽസൂലിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പാരാസിറ്റോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2.5 ആൽഫ റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറയ്ക്കാൻ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറയ്ക്കാൻ ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ മെയിൻലി നമ്മുടെ 2.5 ആൽഫ റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2.5 ആൽഫ റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് പറയാൻ മെയിൻ ആയിട്ടും ഡെസ്റ്റാട്രിഡൈഡ് ആണ് മെയിൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻലി ആൽഫ ബ്ലോക്കേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് മെയിൻലി നമ്മുടെ നമ്മുടെ ലൈക്ക് നെക്ക് മസിൽസ്, ബ്ലാഡർ ആൻഡ് നെക്ക് മസിൽസ് റിലാക്സ് ചെയ്യാനായിട്ട് we have to provide some alpha blockers. The alpha blockers like Urimaxും അതുപോലെ തന്നെ പാരാസിറ്റോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ലൈക്ക് അതുപോലെ തന്നെ 2.5 റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ എന്തിനാ 2.5 റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? 2.5 റിഡക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ പ്രോസ്റ്റാറ്റിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ നോർമലി ഉള്ള പ്രോസ്റ്റാറ്റിൽ നിന്നും അതിലൊരു എൻലാർജ്മെന്റ് ഉണ്ടാകുന്നതാണ് ബി പി എസ് നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു എൻലാർജ്മെന്റ് നമുക്ക് കുറയ്ക്കുക, അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു provide some 2.5 alpha reductase inhibitors. It will help to reduce the size of prostate. For example, ductal radius. Clear ആണോ? Yes. Then we have to move to the surgical management. How we have to surgically remove the, like we have to surgically correct the, we have to correct the prostate. എല്ലാവരും നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, yes, very good. How we have to correct means like we have to provide some TURP surgery, like transurethral resection of prostate, then transurethral incision of prostate, then transrectal resection of the prostate, അല്ലെങ്കിൽ open prostatectomy. നമ്മൾ നോർമലി ഓപ്പൺലി prostatectomy നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന സർജറി നമ്മൾ ചെയ്യാറുണ്ട്. What are the main surgeries we have to done to the prostate patient? Any idea? What are the surgical management we have to done to the prostate patient? Yes, very good. Yes, main നമ്മൾ ടർബ് ചെയ്യും. TURP means transurethral resection of prostate ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ transurethral insection of prostate നമ്മൾ ചെയ്യാറുണ്ട്. How to provide transurethral insection means നമ്മൾ മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ സർജിക്കലി നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. ലൈക്ക് നമ്മൾ ഒരു ലൈക്ക് എന്താ ഒരു നമ്മുടെ യൂറിത്രയിൽ നമുക്ക് ഒരു പ്രോസ്റ്റേറ്റ് സ്മോൾ ബട്ട് ഒക്കെ, സോ നമുക്ക് സിഗ്നിഫിക്കന്റ് ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് വി ഹാവ് ടു പ്രൊവൈഡ് സം ഇൻസിഷൻ ടു ദി ബ്ലോക്കേജ്. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ടും ട്രാൻസ്റെക്ടൽ റിസഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ടും ഓപ്പൺ പ്രോസ്റ്റാറ്റക്ടമി സർജറി ചെയ്യാറുണ്ട്. Then we have to move on to the nursing management. Nursing management means mainly we have to provide some therapeutic like diet like zinc sulfate. നമ്മൾ may double the risk of നമ്മുടെ മെയിൻ ആയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ സിങ്ക് സൾഫേറ്റ് ഒത്തിരിയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. സോ ദാറ്റ് we have to advise the patient to, we have to instruct the patient to take on the, like we have to instruct the patient to take on the award, like we have to reduce the zinc supplement. എടുക്കുകയാണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക് ഡബിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. So that we have to advise the patient to take on, we have to instruct the patient to avoid the zinc supplements. Clear ആണോ? Then we have to advise the patient to restrict diet having zinc supplement, example coffee, അതുപോലെ തന്നെ ചോക്ലേറ്റ്, മഷ്റൂംസും നട്ട്സും ബീൻസും ഒക്കെ പേഷ്യനോട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യുക. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഗ്രോത്ത്, നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും പ്രോട്ടീൻ പേഷ്യന്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറയുക. ദെൻ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക. കാരണം ഡയൂറസിസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യനോട് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ ഫ്ലൂയിഡ് നമുക്കൊരു 2 to 3 liters എങ്കിലും പെർ ഡേ പേഷ്യനോട് ഇൻടേക്കൻ ചെയ്യാനായിട്ട് പറയുന്നത്. ബോക്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഫ്രക്ടമി ഇൻഡിക്കേഷൻസ് ഫോർ MT മീൻസ് നമ്മൾ മെയിൻലി നെഫ്രക്ടമി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ട്രോമ വരികയോ അല്ലെങ്കിൽ 4 T's ആണ് നെഫ്രക്ടമിക്ക് ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. വാട്ട് ആർ ദ 4 T's ഓഫ് നെഫ്രക്ടമി എന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടും എന്തെങ്കിലും ട്രോമ ഫോർമേഷൻ വരിക, അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ വരിക, അല്ലെങ്കിൽ മെയിൻ ആയിട്ടും ലൈക്ക് TB പേഷ്യന്റ് TB വരിക.
സോറി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് നമ്മൾ ട്രോമ ഫോർമേഷൻ വരിക, അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷൻ വരിക, അല്ലെങ്കിൽ ടി ബി ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ മെയിനായിട്ട് നെഫ്രക്ടമിയുടെ ഇൻഡിക്കേഷൻ വരുന്നത് കേട്ടോ. ദെൻ വി ഹാവ് ടു സ്റ്റഡി ഓൺ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. Then we have to move on to the planning and intervention. What is the planning and intervention means? നമ്മൾ സെറം ആസിഡ് ഫോസ്ഫേറ്റ് നമ്മൾ നോർമലി അസസ് ചെയ്യുക. അതുപോലെ മെയിൻലി നമ്മൾ ഇഫ് ഇറ്റ് ഈസ് എലിവേറ്റഡ്, സെറം ആസിഡ് ഫോസ്ഫേറ്റ് എലിവേറ്റഡ് ആണെങ്കിൽ ലൈക്ക് നമ്മുടെ പ്രോസ്റ്റാറ്റ് ക്യാൻസർ പേഷ്യന്റിന് വരാനായുള്ള റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂറിനറി റിട്ടൻഷൻ കോസ് ഓൺ ചെയ്യുന്ന മെഡിക്കേഷൻസ് ആയ ആന്റി കോളിനർജിക് മെഡിക്കേഷനും antidepressant medication, antihistamine medication we have to avoid. നമ്മുടെ പേഷ്യന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ പേഷ്യന്റ് ആ ഒരു മെഡിക്കേഷനിലാണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ആ മെഡിക്കേഷൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ we have to instruct the patient to avoid some kind of medication that are like they may cause like urinary retention, like anticholinergic medication, antidepressant medication and antihistamines medication. And we have to assess the serum acid phosphate, because why we have to assess the serum phosphate to the patient? If the level of serum acid phosphate is elevated, we have to suspect that the patient having some kind of, like the patient having the risk of prostate cancer, so that we have to advise the patient, like, so that we have to instruct the patient to assess the serum phosphate. Clear ആണോ? അതുപോലെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം, നമ്മൾ മെയിൻ ആയിട്ടും പ്ലാനിങ് ചെയ്യുമ്പോഴത്തേനും പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് മെയിൻ ആയിട്ട് യൂറിനറി റിട്ടൻഷന് ചാൻസ്, യൂറിനറി റിട്ടൻഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ we have to avoid some kind of medications. What are the medication? We have to avoid some anticholinergic medication, antidepressants medication and antihistamine medications we have to avoid. Clear ആണോ? ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ക്ലിയർ ആണോ? ആർക്കും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? Yes. What do you mean by urinary bladder cancer? Yes. Urinary bladder cancer already നോക്കിയതാ. What do you mean by urinary bladder cancer? യെസ്, നമ്മുടെ ലൈക്ക് എന്താ, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലാഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ യൂറിൻ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്ലാഡർ. നമ്മുടെ യൂറിൻ സ്റ്റോർ ചെയ്യുന്ന പൗച്ചാണ് ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ പൗച്ചിനകത്ത് അബ്നോർമലായിട്ട് സെൽ ഗ്രോത്ത് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ? യൂറിനറി ബ്ലാഡർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. യൂറിനറി ബ്ലാഡർ ക്യാൻസർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ബ്ലാഡറിനകത്ത് ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ സെൽ ഗ്രോത്ത്. ഇത് മെയിൻലി ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ക്യാൻസറിന്റെ സ്റ്റേജസ് ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരുന്നാൽ മതി കേട്ടോ. ആദ്യം ചെറിയൊരു ഫോർമേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറുച്ചുള്ള സബ്മ്യൂഗസ് റീജിയനിലോട്ട് അഫക്ട് ചെയ്യുന്നത് തന്നെ മസിൽസിലോട്ട് പോയി ദെൻ ഫാറ്റി ടിഷ്യൂസ് പറ്റി നമ്മളെ പെരിനിയൽ ഇതിലോട്ട് പോയിട്ട് സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും അത് വലിയൊരു ഗ്രോത്ത് ആയിട്ട് അവിടെ ഒരു അബ്നോർമൽ സെൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂറിനറി ബ്ലാഡർ ക്യാൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റീനൽ സിസ്റ്റത്തിൽ ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റീനൽ സിസ്റ്റത്തിനകത്ത് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? Yes. റീനൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഇതിൽ നിന്നും. ലൈക്ക് എന്താ, സോ നിങ്ങൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട്, കാരണം ഇതിൽ പഠിപ്പിച്ചത് കുറച്ച് നോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ റീനൽ സിസ്റ്റത്തിൽ പഠിക്കാൻ. ആ പഠിപ്പിച്ച കാര്യത്തിനകത്ത് എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ബ്രേക്കിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിംറ്റംസ് വരുന്നുള്ള കാര്യങ്ങൾ വരെ
ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്കിനകത്ത് പറയുന്നുണ്ട്. സോ അതത്രയും നിങ്ങൾ ക്ലിയർ കട്ട് വരെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. കാരണം ഇവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ തിയറി അല്ല ഇത്, അത് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. DME എന്ന് പറയുമ്പോൾ PSC എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് PSC എക്സാം ഓൺവേർഡ് ക്വസ്റ്റ്യൻ. സോ അവർക്ക് എവിടെ നിന്ന് വേണം ക്വസ്റ്റ്യൻസ് ഇടാം. സോ നമ്മൾ മാക്സിമം പഠിച്ച് മുന്നോട്ട് പോകുക നമ്മുടെ റെസ്പോൺസിബിലിറ്റി. സോ നിങ്ങൾ മാക്സിമം എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ എല്ലാവരും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇനി 45 ഡേയ്സസ് ആണ്. ഞാൻ ക്ലാസ് തുടങ്ങിയതും പറഞ്ഞതുപോലെ തന്നെ ഇനി 45 ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ DME എക്സാമിനായിട്ടുള്ളത്. സോ ഈ 45 ദിവസങ്ങൾ നിങ്ങൾ ക്ലിയർ കട്ട് വേയിൽ തന്നെ മുന്നോട്ട് പോകുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഓവർ ഡ്യൂട്ടി ആവാം, അല്ലെങ്കിൽ ഫാമിലി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി എങ്ങനെയാണ് പഠിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. സോ എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ടെൻഷനൊക്കെ ആണെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ദ 80-20 റൂൾ. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈക്ക് 4% എന്തൊക്കെ കാര്യങ്ങൾ ഇടണം, അല്ലെങ്കിൽ 80% ഡംപ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദ 3 ഗോൾഡൻ റൂൾ. നിങ്ങൾക്ക് 3 ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ചെയ്ത് മുന്നോട്ട് പോകുക. ദെൻ ഡബിൾ ലൂപ്പ് ലേണിംഗ് ചെയ്യുക. ഓരോ ടോപ്പിക്കും ഡബിൾ ലൂപ്പ് ലേണിംഗ് ചെയ്ത് മുന്നോട്ട് പോകുക. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. മാക്സിമം റെക്കോർഡഡ് ക്ലാസ് ഇപ്പം 1 hour 2 hours അല്ലെങ്കിൽ ഹാഫ് ആൻ അവേഴ്സ് ഒക്കെ ഡ്യൂട്ടിക്ക് ട്രാവലിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. യു ഹാവ് ടു ടേക്ക് ഓൺ ദി റെക്കോർഡഡ് ക്ലാസ്സസ്. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കേട്ട് മുന്നോട്ട് പോകാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെ നമ്മൾ പുതിയ സബ്ജക്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ഓൺ ചെയ്യുന്നത്. സോ നമുക്ക് നാളെ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈക്ക് എന്താ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. 5 minutes കൂടെ എടുക്കണം. ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അജ്മി, ബിനില, സൗമ്യ, അഭിന, ശ്രീലക്ഷ്മി, സന്ധ്യ, ഭാരതി, രേഷ്മ, മഞ്ജു, ലിജ, ലക്ഷ്മി, റൈസ് യുവർ ഹാൻഡ്സ്. നമ്മൾ റീന സിസ്റ്റർ ഈസി ആയിട്ട് പഠിച്ചില്ലേ? Yes, very good. അഭിന ഓഡിബിൾ ആണോ? അഭിന ഓഡിബിൾ ആണോ? Yes, ma'am. Yes, Abhina, what do you mean by acute renal failure? Acute renal failure എന്ന് പറഞ്ഞാൽ കിഡ്നി ഡിസ്ഫങ്ഷൻ ആണ്. അത് പെട്ടെന്നുണ്ടാവുന്ന What are the main causes? 3 causes നമ്മൾ പഠിച്ചു. അതിൽ ഏതൊക്കെ 3 causes പേര് അറിയാമോ? pre-renal cause, intrarenal cause and post. Yes, very good. അഭിന, എല്ലാവരും അഭിനയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്ത് അതേഴ്സ് ആൻസേഴ്സ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഞാൻ പേര് വിളിച്ച് എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. സൗമ്യ ഓഡിബിൾ ആണോ? സൗമ്യ, what do you mean by chronic renal failure? Chronic renal failure. It is a progressive long. Okay, fine. Very good, Soumya. Srishmi audible ആണോ മോളെ? Srishmi audible ആണോ? Yes, ma'am. Srishmi, what are the main complication of the chronic renal failure? Uremic length, uremic encephalopathy, uremic frost, uremic colitis, pulmonary edema and congestion, anemia, osteoporosis and pathological fracture. What do you mean by uremia? Uremia എന്ന് പറഞ്ഞാൽ എന്താ? Excessive level of waste product, that is urea and creatine. Yes, very good, Srishmi. എല്ലാവരും ശ്രീലക്ഷ്മിക്ക് ഒരു ക്ലാപ്പ് Thank കൊടുത്ത് അതേഴ്സ് ആൻസേഴ്സ് ഇൻ ദി ചാറ്റ് ബോക്സ്. സന്ധ്യ ഓഡിബിൾ ആണോ? സന്ധ്യ ഓഡിബിൾ ആണോ?
Vinilla, what do you mean by BPH? Ma'am. യെസ്, എല്ലാവർക്കും ഇന്ന് ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. സോ നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനിയുള്ള 45 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ദെൻ നാളെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീനൽ സിസ്റ്റത്തിന് എക്സാംസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിനുള്ള ലൈക്ക് നമ്മുടെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിന്റെ എക്സാംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിന്റെ എക്സാംസ് എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. സോ അത് ക്ലിയർ ആയിട്ട് തന്നെ എക്സാംസ് എല്ലാവരും എഴുതി മുന്നോട്ട് പോവുക. ദെൻ അതുപോലെ തന്നെ മെയിൻലി നിങ്ങൾക്ക് നാളെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീനൽ സിസ്റ്റത്തിന്റെ എക്സാംസ് ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ റീനൽ സിസ്റ്റത്തിന്റെ എക്സാംസിന് വേണ്ടി പഠിച്ചിട്ടായിരിക്കും ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഷോർട്ട് നോട്ട്സും റിവ്യൂസും അപ്ലോഡ് ചെയ്യുക. 1-2 സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള എഫോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്, പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ സെക്ഷൻ അറ്റൻഡ് ചെയ്യണം, റിയലൈസേഷൻ അറ്റൻഡ് ചെയ്യണം, റെക്കോർഡ് ക്ലാസ് റിപ്പീറ്റ് ആയിട്ട് കേൾക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ ആ ഒരു മെന്റാലിറ്റിയോടെ എല്ലാവരും മുന്നോട്ട് പോവുക. നിങ്ങൾ പഠിച്ചാൽ അതിന്റെ നേട്ടം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ്. അവിടെ വേറെ ആർക്കും ഒരു ഡിപ്പെൻഡൻസി കാര്യങ്ങളൊന്നും വരത്തില്ല. സോ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഡിയേഴ്സ് ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ടുമോറോ.